പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തിങ്കേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റായ ഖുഷി കി ഖുഷി. ആ യൂണിറ്റിലെ ആദ്യത്തെ ഭാഗം ഒരു കവിതയാണ്. ചിടിയാ കാ ഘർ, പക്ഷിയുടെ വീട്. ഈ പാഠഭാഗം എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിൽ അതിൻ്റെ വിശദീകരണവുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നിരംകാർ ദേവ് സേവക്കാണ് ചിടിയാ കാ ഘർ എന്ന കവിത എഴുതിയിരിക്കുന്നത്. നിരംകാർ ദേവ് സേവക്. ഓക്കെ, ചിടിയാ കാ ഘർ. ചിടിയ മീൻസ് ബേർഡ്, പക്ഷി. ഘർ വീട്, ഹോം, ഹൗസ്. ചിടിയാ കാ ഘർ പക്ഷിയുടെ വീട്, പക്ഷി കൂട് അല്ലേ, പക്ഷിക്കൂട്. ഘോംസ്ല, അതാ ഒറ്റ വാക്ക്, ഘോംസ്ല. നോക്കൂ എന്താ കവി പറഞ്ഞിരിക്കുന്നത്. ചിടിയാ കാ ഘർ. ചിടിയാ ലിയേ ചോഞ്ച് മേം തിൻകാ ചലി ബനാനെ ഘർ. കോൻ രഹേഗാ ഉസ് ഘർ കെ അന്തർ. ഫസ്റ്റ് നമുക്ക് 4 ലൈൻസ് നോക്കാം. ഓക്കെ, നോക്കൂ. ചിടിയാ ലിയേ ചോഞ്ച് മേം തിൻകാ. ചിടിയ ബേർഡ്, ലിയേ മീൻസ് എടുക്കുക, എടുത്തുകൊണ്ട്. ചോഞ്ചുമേം മീൻസ് ചുണ്ട്, ബീക്ക്. ചോഞ്ചുമേം തിൻക എന്ന് വെച്ചാൽ എന്താ, ഗ്രാസ്, പുൽക്കൊടി. പക്ഷി തൻ്റെ ചുണ്ടുകൊണ്ട് പുൽക്കൊടിയുമായിട്ട്, ഗ്രാസുമായിട്ട്. ചലി ബനാനെ ഘർ. ചലി പോയി, എന്തിനാ, ബനാനെ ഘർ. ഘർ ഹോം, വീട് നിർമ്മിക്കാനായിട്ട് പോയി. ബനാനയെന്ന് കേൾക്കുമ്പോൾ കേല എന്ന് ഉദ്ദേശിക്കരുത് കേട്ടോ, വാഴപ്പഴം എന്ന് ഉദ്ദേശിക്കരുത്. പിന്നെയോ ബനാനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാനെ ഘർ, വീടുണ്ടാക്കാൻ. ഓക്കെ, ബനാനെ ഘർ നിർമ്മിക്കാൻ, വീടുണ്ടാക്കാൻ. ഓക്കെ, ചിടിയാ ലിയേ ചോഞ്ചുമേം തിൻകാ ചലി ബനാനെ ഘർ. പക്ഷി തൻ്റെ ചുണ്ടിലെ പുൽക്കൊടിയുമായിട്ട് വീടുണ്ടാക്കാനായിട്ട് പോയി. കോൻ രഹേഗ, ആര് വസിക്കും, ആര് ആ വീട്ടിൽ താമസിക്കും. കോൺ രഹേഗ, ആര് താമസിക്കും, ആര് വസിക്കും. ഓക്കെ, ആ വീട്ടിൽ കിളി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ പക്ഷി ഉണ്ടാക്കുന്ന വീട്ടിൽ ഹൂ വിൽ സ്റ്റേ, ആര് വസിക്കും, ആര് താമസിക്കും. ഉസ് ഘർ കെ അന്തർ. ഉസ് ആ, ഘർ കെ അന്തർ, ഘർ ഹോം, വീട്. ഘർ കെ അന്തർ, വീടിൻ്റെ അകത്ത്. അന്തർ മീൻസ് അകത്ത്. ഓക്കെ, ഉസ് ഘർ കെ അന്തർ, ആ വീടിനുള്ളിൽ, ആ വീടിനകത്ത്, ആ വീട്ടിനുള്ളിൽ ആര് വസിക്കും, ആര് താമസിക്കും. ഓക്കെ, ചിടിയാ ലിയേ ചോഞ്ച് മേം തിൻകാ ചലേ ബനാനെ ഘർ. കോൻ രഹേഗാ ഉസ് ഘർ കെ അന്തർ, ആര് താമസിക്കും അല്ലെങ്കിൽ ആര് വസിക്കും ആ വീടിനുള്ളിൽ. ചിടിയാ കെ ദോ ബച്ചേ ഹോംഗേ ഉസ് ഘർ കെ അന്തർ. पर निकले तो उड़ जाएंगे फर 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 फर. അപ്പോൾ ചിടിയാ കെ ദോ ബച്ചേ ഹോങ്കേ, നമ്മുടെ പക്ഷിക്ക് ദോ ബച്ചേ ഹോങ്കേ, എത്ര മക്കളുണ്ട്, ദോ 2, ഏക് 1 ദോ 2 അല്ലേ, ഏക് 1 ദോ 2. പക്ഷിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഉസ് ഘർ കെ അന്തർ, ആ പക്ഷിയുടെ 2 കുഞ്ഞുങ്ങളാണ് ആ പക്ഷി ഉണ്ടാക്കുന്ന വീട്ടിൻ്റെ അകത്ത് താമസിക്കുന്നത്, വസിക്കുന്നത്. ചിടിയാ കെ ദോ ബച്ചേ ഹോങ്കേ ഉസ് ഘർ കെ അന്തർ. പക്ഷിയുടെ 2 കുഞ്ഞുങ്ങളാണ് ആ കൂടിനുള്ളിൽ വസിക്കുന്നത്. പർ നിക്കലേ തോ ഉഡ് ജായേംഗേ. പർ നിക്കലേ തോ മീൻസ് പർ, ചിറക്, അതിൻ്റെ വിങ്സ്. പർ നിക്കലേ തോ, അതിൻ്റെ വിങ്സൊക്കെ മുളച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ചിറകുകളൊക്കെ മുളച്ചു കഴിഞ്ഞാൽ, അതിൽ ഫെദേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും, തോ ഉഡ് ജായേംഗേ, അവ പറന്നു പോകും. എപ്പോഴും അവർ ആ കൂട്ടിനുള്ളിൽ ഇരിക്കില്ല. അവരുടെ ചിറക് മുളച്ചു കഴിഞ്ഞാൽ, ആ ചിറകിലൊക്കെ രോമങ്ങളൊക്കെ മുളച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവ ഉഡ് ജായേംഗേ, അവ പറന്നു പോകും. എങ്ങനെ, ഫർ 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 ഫർ. ഓക്കെ, നോക്കൂ. ചിടിയാ കെ ദോ ബച്ചേ ഹോങ്കേ ഉസ് ഘർ കെ അന്തർ. पर निकले तो उड़ जाएंगे फर 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 फर. ഓക്കെ, അപ്പോൾ പക്ഷികൾ കൂടുണ്ടാക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണല്ലേ, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാനാണ്. അത് ആ കൂട്ടിനുള്ളിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ്
ആ പക്ഷികൾ പറക്കാറായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കൂടുവിട്ട് പറന്നു പോകും അല്ലേ? കവിത ഇഷ്ടമായില്ലേ കൂട്ടുകാരെ? ഇനി നമുക്കതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. നോക്കൂ, പഹചാനെ ലിഖേം, മനസ്സിലാക്കി എന്ത് ചെയ്യാം? ലിഖേം, എഴുതൂ. തിൻക, തിൻക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഗ്രാസ്, പുൽക്കൊടി അല്ലേ? ചോഞ്ച് ചുണ്ട്, ബീക്ക്. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രത്തിൽ ചോഞ്ച് ഏതാണ്, തിൻക ഏതാണെന്ന് അറിയാമല്ലോ കൂട്ടുകാർക്ക്. അപ്പോൾ അതാത് സ്ഥാനങ്ങളിൽ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ ചോഞ്ച്, തിൻക. ചോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ട്, തിൻക ഗ്രാസ്. ക്ലിയർ ആണല്ലോ? അതിന് തൊട്ട് താഴെ ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താ ചോദ്യം? ചിടിയാക്കി ചോഞ്ചുമേ ക്യാ ഹേ? ചിടിയാക്കി പക്ഷിയുടെ, ചോഞ്ചുമേ ചുണ്ടിൽ, ക്യാ ഹേ എന്താണ്? പക്ഷിയുടെ ചുണ്ടിൽ എന്താണ്? ചിടിയാക്കി ചോഞ്ചുമേ ക്യാ ഹേ എന്താണ്? നമ്മുടെ പക്ഷിയുടെ ചുണ്ടിലുള്ളത് ഗ്രാസ് ആണ് അല്ലേ? അപ്പോൾ എന്താ ഗ്രാസിന് ഹിന്ദിയിൽ എന്ത് പറയും? തിൻക. ചിടിയാക്കി ചോഞ്ചുമേ തിൻക ഹേ, തിൻക. ക്ലിയർ ആണല്ലോ? അടുത്ത ആക്ടിവിറ്റി നോക്കൂ മക്കളെ. പഹചാനേം ഓർ ലിഖേം, മനസ്സിലാക്കുക, എഴുതാം. നോക്കൂ, 3 സെന്റൻസ് തന്നിട്ടുണ്ട്. ഘർ കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹൈം. ഘർ കെ അന്തർ, വീടിനുള്ളിൽ. ചിടിയാക്കെ ബച്ചേ ഹൈം, പക്ഷിയുടെ കുഞ്ഞുങ്ങളാകുന്നു. ആ പക്ഷിക്കൂട്ടിൽ ആരാ ഉള്ളത്? പക്ഷിക്കുഞ്ഞുങ്ങൾ. ഘർ കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹൈം, വീട്ടിനുള്ളിൽ പക്ഷിയുടെ കുഞ്ഞുങ്ങളാകുന്നു. സെക്കൻഡ് സെന്റൻസ്, ചിടിയ തിൻകോം സെ ഘർ ബനാത്തി ഹൈം. ചിടിയ ബേർഡ് അല്ലെങ്കിൽ പക്ഷി, തിൻകോം സെ ഗ്രാസുകൾ കൊണ്ട്, പുല്ലുകൾ കൊണ്ട്, പുൽനാമ്പുകൾ കൊണ്ട്, ഘർ ബനാത്തി ഹൈം വീടുണ്ടാക്കുന്നു. ഓക്കെ. മൂന്നാമത്തെ സെന്റൻസ്, ചിടിയാക്കെ ബച്ചെ ഉഡ് ജാത്തെ ഹൈം. പക്ഷിയുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഉഡ് ജാത്തെ ഹൈം, പറക്കുകയാണ്. ഓക്കെ, 3 സെന്റൻസ് മനസ്സിലായല്ലോ? ഫസ്റ്റ് സെന്റൻസ് എന്താ? ഘർ കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹൈം, വീടിനുള്ളിൽ പക്ഷിയുടെ കുഞ്ഞുങ്ങളുണ്ട്. സെക്കൻഡ് സെന്റൻസ്, ചിടിയ തിൻകോം സെ ഘർ ബനാത്തി ഹൈം, പക്ഷി പുൽനാമ്പുകൾ കൊണ്ട് വീടുണ്ടാക്കുന്നു. തേർഡ് വൺ, ചിടിയാക്കെ ബച്ചെ ഉഡ് ജാത്തെ ഹൈം, പക്ഷിയുടെ കുഞ്ഞുങ്ങൾ പറക്കുന്നു. ക്ലിയർ? ഇനി ഓരോ പിക്ചറും നോക്കിയിട്ട് അതിന് ചേരുന്ന സെൻറ്റൻസുകൾ അവിടെ എഴുതുക. ഫസ്റ്റ് പിക്ചർ എന്താ? ഘർ കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹൈം എന്നതാണോ? വീട്ടിനുള്ളിൽ പക്ഷിക്കുഞ്ഞുണ്ട് എന്നുള്ളതാണോ ആദ്യത്തെ പിക്ചർ? അല്ല അല്ലേ? ചിടിയ തിൻകോം സെ ഘർ ബനാത്തി ഹൈം എന്നാണോ? പക്ഷി പുൽനാമ്പുകൾ കൊണ്ട്, ഗ്രാസ് കൊണ്ട് വീടുണ്ടാക്കുന്നു എന്നുള്ളതാണോ? അതെ, കാരണം പക്ഷിതേ കൂടുണ്ടാക്കാനായിട്ട് ചോഞ്ചിൽ തിൻകയുമായിട്ട് പറന്നു വരുന്ന പിക്ചറാണ് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് നമ്മളവിടെ എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? ചിടിയ തിൻകോം സെ ഘർ ബനാത്തി ഹേ. ചിടിയ തിൻകോം സെ ഘർ ബനാത്തി ഹേ. ക്ലിയർ? അടുത്ത ചിത്രം നോക്കിക്കേ. പക്ഷികൾ കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നതാണ് അല്ലേ? അപ്പോൾ ഏത് സെൻറ്റൻസ് ആയിരിക്കും അവിടെ എഴുതാൻ പറ്റുന്നത്? ഘർ കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹൈം എന്നുള്ളതാണോ? വീടിനകത്ത് പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതാണോ? അല്ല. പിന്നെയോ? ചിടിയാക്കെ ബച്ചേ ഉഡ് ജാത്തെ ഹൈം. ചിടിയാക്കെ ബച്ചേ ഉഡ് ജാത്തെ ഹൈം, പക്ഷിയുടെ കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നു അല്ലേ? പറന്നു പോകുന്ന പിക്ചറാ. അപ്പോൾ ലാസ്റ്റ് സെൻറ്റൻസ് വേണം അവിടെ എഴുതാൻ. ഇവിടെ ലാസ്റ്റ് തന്നിരിക്കുന്ന പിക്ചർ എന്താ? പക്ഷിക്കൂടിനുള്ളിൽ, ഘോംസിലേക്കുള്ളിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ചിത്രമാണ് അല്ലേ? അപ്പോൾ അവിടെ എന്തെഴുതാം? ഘർ കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹൈം. ഘർ കെ അന്തർ, വീട്ടിനുള്ളിൽ, ചിടിയാക്കെ ബച്ചേ ഹൈ, എന്താ? ചിടിയാക്കെ ബച്ചേ ഹൈം, ആ വീട്ടിനുള്ളിൽ പക്ഷിയുടെ കുഞ്ഞുങ്ങളുണ്ട്. ക്ലിയർ? കൂട്ടുകാർക്ക് ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നോക്കൂ. പഹചാനേം ഓർ താലിക ഫരേം, മനസ്സിലാക്കിയിട്ട് താലിക ഫരേം, ബോക്സ് ഫില്ല് ചെയ്യാനാണ്. നോക്കൂ, നല്ല അതിമനോഹരമായ ഒരു പിക്ചർ അല്ലേ? ഒരു വീട്ടിനുള്ളിൽ ഒരു കുട്ടി നിൽപ്പുണ്ട്, വീടിന് മുന്നിലോ ഒരു ഡോഗ് നിൽപ്പുണ്ട്, ഒരു താലാബ് മീൻസ് കുളവും അതിലൊരു മത്സ്യവും പൂക്കളും പെൺകുട്ടിയും
മരവും പക്ഷിയും ഒക്കെ നമുക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും അല്ലേ. ഘർ വീട്, പേട് മരം, ചിടിയ പക്ഷി, കുത്ത ഡോഗ്, ഫൂൽ പൂവ്, ഫൂലെന്നും പുഷ്പമെന്നും ഒക്കെ പറയും. ഓക്കെ. ബഗീച്ച ബഗീച്ച പൂന്തോട്ടം, മച്ചലി മീൻ, താലാബ് കുളം, ലഡ്കി പെൺകുട്ടി അല്ലേ. നദി ഇവിടെ താലാബല്ല നദിയായിട്ടാണ് തന്നിരിക്കുന്നത്. നദി ഇതൊക്കെ ഈ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ. നോക്കൂ ഇനി എന്തൊക്കെയാ നമ്മുടെ താലികയിൽ ഫില്ല് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഘർ കെ അന്തർ കോൻ ഹേ. ഘർ കെ അന്തർ വീട്ടിനുള്ളിൽ ആരാണ്. പഠിച്ച കവിതയിലെ വീട്ടിനുള്ളിലല്ല, ഇവിടെ തന്നിരിക്കുന്ന പിക്ചറിലാണ്. ഓക്കെ. ആൻസർ തന്നിട്ടുണ്ട്. ഘർ കെ അന്തർ ലഡ്കാ ഹേ വീട്ടിനുള്ളിൽ ആൺകുട്ടിയാകുന്നു. ഉണ്ടാവും നോക്കൂ. കുത്ത കഹാം ഹേ. കുത്ത മീൻസ് ഡോഗ്. കഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ എവിടെയെന്ന. കുത്ത കഹാം ഹേ ഡോഗ് എവിടെയാണുള്ളത്. നെക്സ്റ്റ് നദീമേം ക്യാ ഹേ. ക്യാ മീൻസ് വാട്ട് എന്ത്. നദീമേം ക്യാ ഹേ നദിയിൽ എന്താണുള്ളത്. ബഗീച്ചമേം കോൻ ഹൈ. ബഗീച്ച മീൻസ് പൂന്തോട്ടം ഗാർഡൻ. ബഗീച്ചമേം കോൻ ഹേ. കോൻ മീൻസ് ഹു ആര്. പൂന്തോട്ടത്തിൽ ആരാണ് ഉള്ളത്. ചിടിയ കഹാം ഹേ. ചിടിയ ബേർഡ്. കഹാം മീൻസ് വേർ എവിടെ. ചിടിയ കഹാം ഹേ പക്ഷി എവിടെയാണുള്ളത്. പൗധേമേം ക്യാ ഹേ. പൗധേ മീൻസ് ചെടി എന്ന. പൗധേമേം ക്യാ ഹേ ക്യാ എന്ത് വാട്ട്. പൗധേമേം ക്യാ ഹേ ചെടിയിൽ എന്താണ് ഉള്ളത്. അപ്പോൾ പൗധേമേം ക്യാ ഹേ എന്നുള്ളതിൽ അവിടെ ആൻസർ തന്നിട്ടുണ്ട്. പൗധേമേം ഫൂൽ ഹേ ചെടിയിൽ പൂക്കളാണ് ഉള്ളത്. ഫൂൽ ഫ്ലവർ. ബാക്കി സെൻറ്റൻസുകൾ തന്നിട്ട് നോക്കൂ. പൗധേമേ ഫൂൽ ഹേ ചെടിയിൽ പൂക്കളാകുന്നു. ഘർ കെ അന്തർ ലഡ്കാ ഹേ വീട്ടിനുള്ളിൽ ആൺകുട്ടിയാകുന്നു. ചിടിയ പേട് പർ ഹേ. ചിടിയ പേട് പർ ഹേ പക്ഷി മരത്തിലിരിക്കുന്നു. പേട് പർ എന്താ മരത്തിൽ. ഓക്കെ. മരത്തിന് മുകളിൽ മരത്തിൽ ഇരിക്കുന്നു. ചിടിയ പേട് പർ ഹേ പക്ഷി മരത്തിലിരിക്കുന്നു. നദീമേ മച്ച്ലി ഹേ നദിയിൽ എന്താ ഉള്ളത്. നദീമേ മച്ച്ലി ഹേ നദിയിൽ മീനാണ് ഉള്ളത്. ബഗീച്ചമേ ലഡ്കി ഹേ പൂന്തോട്ടത്തിൽ പെൺകുട്ടിയുണ്ട്. കുത്ത ഘർ കെ ബാഹർ ഹേ ഡോഗ് വീടിന് പുറത്താണ്. ഓക്കെ. അന്തർ അകത്ത്, ബാഹർ പുറത്ത്. ക്ലിയർ അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഘർ കെ അന്തർ കോൻ ഹേ. ഘർ കെ അന്തർ ലഡ്കാ ഹേ. ഘർ കെ അന്തർ ലഡ്കാ ഹേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കുത്ത കഹാം ഹേ ഡോഗ് എവിടെയാണുള്ളത്. ആൻസർ എന്താ. കുത്ത ഘർ കെ ബാഹർ ഹേ. കുത്ത ഘർ കെ ബാഹർ ഹേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നദീമേ ക്യാ ഹേ നദിയിൽ എന്താണുള്ളത്. ആൻസർ നദീമേ മച്ച്ലി ഹേ നദിയിൽ മച്ഛലിയാകുന്നു മീനാകുന്നു. ബഗീച്ചമേ കോൻ ഹേ പൂന്തോട്ടത്തിൽ ആരാ ഉള്ളത്. ആൻസർ ബഗീച്ചമേം ലഡ്കി ഹേ. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ചിടിയ കഹാം ഹേ പക്ഷി എവിടെയാണുള്ളത്. ചിടിയ പേട് പർ ഹേ പക്ഷി മരത്തിലാണ്. പൗധേമേം ക്യാ ഹേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ. പൗധേമേം ക്യാ ഹേ പൗധേമേം ഫൂൽ ഹേ. ഓക്കെ. പൗധേമേം ഫൂൽ ഹേ. ക്ലിയർ ആണല്ലോ. ഒരിക്കൽ കൂടി. ഘർ കെ അന്തർ കോൻ ഹേ. ഘർ കെ അന്തർ ലഡ്കാ ഹേ. കുത്ത കഹാം ഹേ. കുത്ത ഘർ കെ ബാഹർ ഹേ. नदी में क्या है. नदी में मछली है. बगीचे में कौन है. बगीचे में लड़की है. चिड़िया कहाँ है. चिड़िया पेड़ पर है. पौधे में क्या है. पौधे में फूल है. ക്ലിയർ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.